അയ്യയ്യോ അയ്യയ്യോ കഷ്ടപ്പാടിൻ കൂത്ത്, കണ്ണീലോ കണ്ണീരിൻ പെരുമാറി. എന്താണടോ ഏതാണടോ എങ്ങാണടോ ഒരു കച്ചിത്തുരുമ്പ്, വീണ്ടും വീണ്ടും ഒരു ശാപശകുനപ്പിഴയായി മാറാൻ തെക്കേ ദിക്കിൽ എവിടേലും കുഴിമാന്ത്. ഹുഫ്, ആ പാട്ടാണ് ഞാൻ സത്യം പറഞ്ഞ ആ പാട്ടാണ് ഞാൻ കേട്ടോണ്ടിരുന്നത് ഈ കളി കഴിഞ്ഞതിന് ശേഷം. അതായത് തോക്കുന്നത് ഓക്കെ, ഐ മീൻ ഞാനൊരു കാര്യം പറയാം. ഹൾ സിറ്റി കഴിഞ്ഞ ചാമ്പ്യൻഷിപ്പിൽ 66 ഗോളം കണ്ടാണ് വഴങ്ങിയെന്ന് കണ്ടത്. അതായത് ഒരു 60-70 കൊല്ലത്തിന് ശേഷം ആണ് അത്രയും ഗോൾ വഴങ്ങിയ ഒരു ക്ലബ്ബ് പ്രൊമോട്ടഡ് ആകുന്നത് പ്രീമിയർ ലീഗിലേക്ക്. അതായത് ചാമ്പ്യൻഷിപ്പിലെ വൺ ഓഫ് ദ വേസ്റ്റ് പ്രൊമോട്ടഡ് സൈഡ്സ് ഇൻ ദ ടേംസ് ഓഫ് കൺസീഡിങ് ഗോൾസ്, അവർക്ക് നമ്മളൊരു ക്ലീൻ ഷീറ്റ് കൊടുത്തിരിക്കുകയാണ്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേറ്റ് ചെയ്യുന്നത്. തോക്കുന്നത് ഓക്കെ ഫൈൻ, അതായത് ഓക്കെ ഹള്ളിൻ്റെ കൂടെ തോറ്റു, അത് നാണക്കേട് തന്നെയാണ്. ക്ലീൻ ഷീറ്റോട് കൂടി തോക്കുക എന്ന് പറഞ്ഞാൽ, അത് ഇങ്ങനത്തെ ഒരു ഡിഫൻസ് റെക്കോർഡുള്ള ടീമിൻ്റെ കൂടെ ക്ലീൻ ഷീറ്റിനോട് തോക്കുക എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി ഫ്രസ്ട്രേറ്റിംഗ്. എന്താ കളിയെ പറ്റി പറയാൻ, ആരും മാച്ച് ഫിറ്റ് അല്ലാത്ത രീതിയിലാണ് തോന്നുന്നത്. പാസീവാണ്, റിയാക്ഷണറിയാണ്. ആരും എന്താ പറയുക, സ്വന്തമായിട്ട് അവരെന്തെങ്കിലും ചെയ്യുമ്പോഴാണ് നമ്മൾ ആക്ഷൻസ് ചെയ്യുന്നത്. ആ റിയാക്ഷൻ മാത്രമേ ഉള്ളൂ നമുക്ക്. പിന്നെ പാസീവാണ്. ഇന്ന് ടിലിമാൻസിനും ആന്ദ്രെ സാന്റോസിനും ഒരു ഹൊറിബിൾ ഡെബ്യൂ ഇൻ പ്രീമിയർ ലീഗാണ്. ടിലിമാൻസിനൊക്കെ നട്ട്മഗ് മേളായിരുന്നു തോന്നുന്നു. ബോളൊന്നും കാലിൽ നീങ്ങില്ല, സ്പ്രിങ് കണക്കിന് ബോള് കാലിൽ നിന്ന് പോകുന്നു. ഫസ്റ്റ് ടച്ച് മോശം, അറ്റാക്കിംഗ് പാറ്റേൺസ് പ്രത്യേകിച്ച് ഒന്നുമില്ല. അതായത് എനിക്ക് മനസ്സിലാവാത്തത്, നിങ്ങൾ പ്രീ സീസൺ ഉടനീളം ആ എംബുമോനെ നമ്പർ 9 ആക്കി കളിപ്പിച്ചിട്ട് പെട്ടെന്ന് എംബുമോനെ വിങ്ങറാക്കി, എംബുമോ വിങ്ങറാണെന്ന് ഓർമ്മിച്ചിട്ട് വീണ്ടും വിങ്ങിലിട്ട് കളിപ്പിച്ച വളരെ ഒരു ബാഡ് നീക്കമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം അയാൾ പ്രീ സീസൺ മൊത്തത്തിൽ നമ്പർ 9 ആയിട്ട് കളിച്ചാണ്. അയാളെ ട്രൈ ചെയ്യായിരുന്നു നമ്പർ 9 ആയിട്ട് തന്നെ. പിന്നെ ലെഫ്റ്റ് വിങ്, എൻ്റെ പൊന്നോ, ഈ അപരാധം നിർത്തണം. ലെഫ്റ്റ് വിങ്ങിൽ ഈ ഡോർഗുവിനെ ലെഫ്റ്റ് വിങ്ങറാക്കി കളിപ്പിക്കുന്നതും, പിന്നെ ലെഫ്റ്റ് വിങ് മൊത്തത്തിൽ ലെഫ്റ്റ് ബാക്ക് രണ്ടുപേരും നല്ല മോശമായിരുന്നു. ഡോർഗു അതെ, ഷോയും അതെ. ഇന്ന് ഹാരി മഗ്വയറിനെ 1-2 മിസ്റ്റേക്സ് ഒക്കെ വരുത്തിയാൽ ഹാരി മഗ്വയർ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇൻറ്റൻറ്റ് കാണിച്ചത്. അതായത് എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നി ഗോയിങ് ഫോർവേഡൊക്കെ ഹാരി മഗ്വയർ ആയിരുന്നു. ബ്രൂണോയ്ക്ക് ഓഫ് ഗെയിം ആയിരുന്നു. എല്ലാവരും മറ്റേ താല്പര്യമില്ലാത്തതിനല്ല, വയ്യാത്തൊരു കളി, ഭയങ്കര പാസീവായിട്ടുള്ള കളി, ദേഷ്യം വന്ന് കണ്ടിട്ട്. പിന്നെ ലീഗ് അടിക്കുമെന്നുള്ള പ്രതീക്ഷ ഒന്നും ഇല്ലല്ലോ. പക്ഷേ എവിടെയൊക്കെയോ എല്ലാവർക്കും എന്തെങ്കിലും വേണ്ടേ കാണാൻ വേണ്ടി. ചുമ്മാ 38 കളി കണ്ടിട്ട് പോകാനല്ലോ നമ്മൾ വരുന്നത്. ലീഗ് അടിക്കുമെന്നല്ലെങ്കിൽ ടൈറ്റിൽ ചാലഞ്ച് എങ്കിലും ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു ഇത്തവണ. അതങ്ങ് എപ്പോഴും പോയി കിട്ടിയെന്ന് പറയാൻ പറ്റൂലെങ്കിലും ഏറെക്കുറെ പോയി. പിന്നെ ഇത്തവണ എനിക്ക് തോന്നുന്നത് ആഴ്സണൽ വിൽ ബി എന്ന് പറയാം. ആഴ്സണൽ സുഖമായിട്ട് പാട്ടും പാടി കപ്പടിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്, ഗിവൺ ബാക്കിയുള്ള ക്ലബ്ബുകളുടെയൊക്കെ ഒരു റീസെറ്റ് കണ്ടീഷനൊക്കെ വെച്ചിട്ട്. അതാണ് തോന്നുന്നത്. അപ്പം പ്രീമിയർ ലീഗ് എന്ന് പറയുന്നത് നമുക്ക് ഇത്, പക്ഷേ കൺസേണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം ഇത്രയും ഫിറ്റ്നസ് ഇഷ്യൂസ് ഉള്ളവർ ഇനിയിപ്പോൾ 2 കളിയൊക്കെ ലീഗിൽ കളിക്കുമ്പോഴത്തേക്ക്, അതും ഹൈ ഇൻറ്റൻസിറ്റി മാച്ചസ് കളിക്കുമ്പോൾ എന്താവും എന്നുള്ളത് ഭയങ്കര പ്രശ്നമാണ്. ഇനി ഇതിൻ്റെ പേരിൽ ആൾക്കാർ മറ്റേ കുറേ ലിങ്കുകൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അവർ വരാൻ പോകുന്നു, ഇവർ വരാൻ പോകുന്നു എന്നൊക്കെ. ഇല്ലെങ്കിൽ ഐ വിൽ ബി സർപ്രൈസ്ഡ്. എന്തായാലും ലെഫ്റ്റ് ബാക്ക് സൈനിങ് ഉണ്ടാവും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു സെൻറ്റർ ബാക്ക് കൂടെ വേണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ. നമ്മുടെ എല്ലാ വിങ് ബാക്സും ഷോക്കാണ്. മസറായി ഇപ്പോൾ എന്താ മസറാ നോക്കിയപ്പോൾ മസറാനെ എംബുമോനൊന്നും മനസ്സിലാവുന്നില്ല. രണ്ടുപേരും ഒരേപടി ഇരിക്കുന്നു. കൺഫ്യൂസ് ചെയ്യിക്കാനാണോ എന്തോ. രണ്ടുപേരും റൈറ്റ് വിങ്ങിൽ കളിക്കുന്നു, രണ്ടുപേരും മനസ്സിലാവുന്നില്ല. രണ്ടുപേരും മുട്ടത്തലയും താടിയൊക്കെ വെച്ചിട്ട്. എന്താണ്, എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം വന്ന റാൻഡ് ചെയ്യാനൊന്നും തോന്നുന്നില്ല. എനിക്കെന്തോ ഇതിപ്പോൾ കുറേ കിട്ടി മടുത്തോണ്ടായിരിക്കും. ത്രൂഔട്ട് ഞാൻ പറയില്ല, അറ്റാക്കിംഗ് പാറ്റേൺസ് ഒക്കെ ഭയങ്കര മോശമായിരുന്നു. സെറ്റ് പീസസ് ഭയങ്കര മോശമായിരുന്നു. സെറ്റ് പീസസ് ഒക്കെ ഞാൻ പറയില്ല, കെസമീറോ എന്ന് പറയുന്ന ഒരാളെ നമ്മൾ മിസ് ചെയ്തു. സെറ്റ് പീസ്, അതായത് അയാൾ കഴിഞ്ഞ സീസണിൽ ഇതേപടിയത്തെ സിറ്റുവേഷൻസിലായിക്കോട്ടെ സെറ്റ് പീസസിലൂടെ നമുക്ക് മറുപടി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കെസമീറോ പോകുന്നതോടുകൂടി ഒരു ഡിസ്ട്രോയർ CDM മാത്രമല്ല പോകുന്നത്, ഒരു 13 ഗോളുകളും കൂടെ പോകണം അതിൻ്റെ കൂടെ, സെറ്റ് പീസ് ഗോളുകൾ. അതുമാത്രമല്ല സെറ്റ് പീസ് ഡിഫെൻഡിങ്. ഇന്ന് 2 ഗോൾ കയറിയ സെറ്റ് പീസിൽ കൂടെ. അപ്പം സെറ്റ് പീസ് ഡിഫെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കസമീറോ ഒക്കെ ഉള്ള അത്രയും പരിചയസമ്പന്നമായിട്ടുള്ള ഒരാൾ ഈ ഡിഫെൻസീവ്ലി നമ്മളൊരു സെറ്റ് പീസിനെ കാണുമ്പോൾ, അതായത് സെറ്റ് പീസിനെ നമ്മൾ നേരിടുമ്പം ടീമിനെ ഓർഗനൈസ് ചെയ്യുന്നതും ഒക്കെ ഒരു ലീഡർ ഫിഗർ, ആ ഒരു എക്സ്പീരിയൻസ് അതെല്ലാം പോയിരിക്കുകയാണ്. അതൊന്നും നമുക്ക് ആൻഡ്രെ സാന്റോസിൽ കാണാൻ പറ്റില്ല. വാശി പിടിക്കാനും പറ്റില്ല, അത് അവൻ്റെ തെറ്റുമല്ല. പക്ഷേ അതൊക്കെ പോയിട്ട് അതെവിടെയാണ്, അത് എങ്ങനെയാണ് അതിന് ഒരു ശാശ്വതമായിട്ടൊരു പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതില്ല ടീമിൽ ശരിക്കും പറഞ്ഞാൽ.
സോ മുമ്പോട്ട് ആലോചിക്കുമ്പോൾ ഭയങ്കര കൺസേണിങ് ആണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ഇനി ഹള്ളിൻ്റെ കൂടെ തോറ്റെന്ന് വെച്ചാൽ എല്ലാം തീർന്നെന്നൊന്നുമില്ല. ഇപ്പം എല്ലാവരും അടുത്ത പറഞ്ഞുകൊണ്ട് വരും നമ്മളിനി റിലേഗേഷൻ ഫൈറ്റ് ചെയ്യണം. ആ റിലേഗേഷൻ ഒന്നും ഫൈറ്റ് ചെയ്യുന്ന എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. നമ്മൾ സ്പെർസ് ആവില്ല. പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ വലിയ ടീമുകളുടെ കൂടെയൊക്കെ ചിലപ്പോൾ നമ്മൾ ജയിക്കുമായിരിക്കും. കുറച്ചുകൂടെ ടീം സിങ്ക് ആവാനുണ്ട്. ടീം ഒട്ടും സിങ്ക് അല്ല, അതാണ് മെയിൻ ഇഷ്യൂ. ടീം സിങ്കേ അല്ല. മിഡ്ഫീൽഡർ കൃത്യമായിട്ട് പാസസ് സ്ട്രിങ് ചെയ്യാൻ പറ്റുന്നില്ല, അറ്റാക്കിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ റാഷി വന്നപ്പോഴത്തേക്ക് ടു ബി ഓണസ്റ്റ് റാഷ്ഫോർഡാണ് ഒരു പ്രോപ്പർ ലെഫ്റ്റ് വിങ്ങർ നമുക്ക് ഉള്ളത് കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അവനിന്ന് എന്താ പറയുക, പുള്ളി ക്രോസസ് ഒക്കെ ഇട്ടു, പുള്ളി എന്തെങ്കിലുമൊക്കെ ചെയ്തു. അതായത് ക്രോസൊക്കെ അറ്റ്ലീസ്റ്റ് ഷെഷ്കോനെ ഫൈൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ക്രോസൊക്കെ ഇട്ട പുള്ളിയാണ്. പിന്നെ ക്രോസ് കുറച്ച് ആദ്യം ഫസ്റ്റ് ഹാഫിൽ ഡോർഗുവിന് കിട്ടി. എൻ്റെ പൊന്നോ, ഡോർഗു അൺസഹിക്കബിളായിരുന്നു എന്താ ബോക്സിനകത്ത്. ഇപ്പം ആരെക്കൊണ്ടും ഷിയാലേസിയൊന്നും വന്നിട്ട് ഇപ്പം അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തോന്നുന്നത് ടീം ഒട്ടും സിങ്കല്ല. ടീം സിങ്ക് ആവാൻ ടൈം എടുക്കുമായിരിക്കും. എന്തെങ്കിലും ആവട്ടെ, ആ ഒരു മൈൻഡാണ് ഞാൻ ഇപ്പം. എന്തെങ്കിലും കാണിച്ചിട്ട് പോട്ടെ എന്നുള്ള രീതിയിൽ. പക്ഷേ സീസൺ ഓവർ മറ്റേ ക്യാരിക്ക് ഔട്ട് ടൈം ആയിട്ടില്ല കേട്ടോ ഗൈസ്, ടൈം ആയിട്ടില്ല. അതിപ്പോഴും ഞാൻ പറയുന്നത്, ഞാൻ യൂഷ്വലി ക്യാമറ നോക്കിയാണ് സംസാരിക്കാറ്. ഇത് എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ഡൗൺ ആണ് ഫുൾ. സോ യെസ്, ഒന്നും പറയാനില്ല, കുറച്ച് വിഷമം ഷെയർ ചെയ്യാൻ വന്നേ. അല്ലാതെ നിങ്ങൾക്കും കൂടെ വിഷമമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഹോപ്പ് അത്ര എനിക്ക് പറയുള്ളൂ. ഹോപ്പ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ജീവിച്ചിരിക്കാം. അല്ലാതെ ഹോപ്പ് ചെയ്യാം, അല്ലാതെ നോക്കാം. നമുക്ക് ടീം സിങ്കാവെന്ന് പ്രതീക്ഷിക്കാം. ഷെഷ്കോ വന്നതിന് ശേഷം വേറെ ആരും ക്രോസ് ഒന്നും ഇടുന്നില്ല. വിങ് ബാക്കുകളെല്ലാം കോമഡിയാണ്. ഒരു ടീം ഇങ്ങനെയാണ്. ബ്രൂണോ ഫെർണാണ്ടസ് ഓൾസോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്ലെയറാണ്. ഞാൻ എപ്പോഴും ഡിഫെൻഡ് ചെയ്യുന്ന പ്ലെയറാണ്. മൊത്തത്തിൽ എല്ലാവർക്കും ഓഫ് ഗെയിം. കുന്യ, എവരിബഡി എല്ലാവർക്കും ഓഫ് ഗെയിം ആയിരുന്നു. ലെമൻസിൻ്റെ നല്ല സേവ്സ് ഉണ്ടായിരുന്നു. ലെമൻസിനൊന്നും ചെയ്യാൻ പറ്റാത്ത ഗോളുകളായിരുന്നു. ദാറ്റ്സ് ഇറ്റ്. എനിക്ക് വേറെ ഒന്നും അധികം പറയാനൊന്നുമില്ല. നിങ്ങളുടെ തോട്ട്സ് പറ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത്. അതായത് സീസൺ ഔട്ട് തീർന്നു, സീസൺ മുഞ്ചി അങ്ങനത്തെ അല്ല. അല്ലാതെ ലൈക്ക് വാട്ട് ഈസ് ദ വേ ഫോർവേഡ് ഓർ സൈനിങ്സിൻ്റെ കാര്യം ഞാൻ പറയട്ടെ. സൈനിങ്സ് ഇപ്പം ആരും വന്നില്ലെങ്കിലും ഹൾ സിറ്റീനെയൊക്കെ തോപ്പിക്കണം അറ്റ് എനി ഡേ. അതാണ് സൈനിങ്. ഇപ്പോൾ LB ഉണ്ടോ ഇല്ലയെന്നൊന്നുമല്ല, ഹൾ സിറ്റീനെയൊക്കെ തോപ്പിക്കാൻ പറ്റൂടെ ഈ ഉള്ള സ്ക്വാഡിനെ വെച്ചിട്ട്. സൈനിങ്സ് എന്തായാലും വരുമായിരിക്കും. ഞാൻ ഇതൊരു മോട്ടിവേഷനാക്കി എടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, അല്ലാതെ വേറൊന്നുമില്ല. സോ ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾ പറ നിങ്ങളുടെ തോട്ട്സ്. ബൈ.